എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ ദിവസങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മാരിയോ ജോസഫും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിജിയും തമ്മിലുള്ള കുടുംബ പ്രശ്നം. മാരിയോ ജോസഫ് ജിജിയുടെ തല തല്ലിപ്പൊളിച്ചു, വലിയ പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ മാരിയോ ജോസഫ് പറയുന്നത് ജിജി നന്നായി മദ്യപിക്കുന്ന സ്ത്രീയാണ്, അവർ മദ്യപിച്ച കുപ്പികൾ കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ തിരിച്ച് ജിജി പറയുന്നത് ഇദ്ദേഹം ഒരു വളരെ മോശക്കാരനാണ്, ഇദ്ദേഹം ഒരു സ്വർഗ അനുരാഗിയാണ്. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി കഴിയുമ്പോൾ അത് ന്യായീകരിക്കാൻ വേണ്ടി രണ്ട് ഭാഗത്തു നിന്നുള്ള വാദഗതികളുണ്ടാവും. വാസ്തവത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം? ഇത് വാസ്തവത്തിൽ ഒരു കുടുംബ പ്രശ്നമാണ്. അപ്പോൾ കുടുംബ പ്രശ്നം എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നമാകുന്നത് എന്ന് ചോദിച്ചാൽ, ഇവർ സമൂഹത്തിൽ അറിയപ്പെടുന്നവരാണ്. സോഷ്യൽ മീഡിയയിൽ ഒക്കെ വലിയ അധികം ജനങ്ങൾ അറിയുന്നയാളാണ്. അതുമാത്രമല്ല, ഇവർ മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ്. കുടുംബജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കുന്നവരാണ്. മറ്റൊരു കാര്യം, ഈ മാരിയോ ജോസഫ് ഒരു കാലത്ത് മുസ്ലിമായിരുന്നു. അദ്ദേഹം ഒരു മുസ്ലിം മതത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട സുൽത്താൻ ബത്തേരിക്കാരനായ സുലൈമാനാണ്. അങ്ങനെ അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിൽ ആകർഷനായി അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. അതും വലിയൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ഇത് ഇത്രയും വലിയൊരു വിവാദമാക്കേണ്ട ആവശ്യമുണ്ടോ? ചില ആളുകൾ നിരന്തരമായി അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരാൾ. വളരെ വലിയ അവഹേളനങ്ങളാണ് ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്നത്. പക്ഷേ 3-4 ദിവസമായിട്ട് ഈ വാർത്തകൾ പലരും ചെയ്യുന്നത് കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ട് ഇത് ഇത്രമാത്രം വലിയ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുള്ള കാര്യമാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. എന്നാൽ ചില ക്രൈസ്തവ വ്യക്തികൾ, യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന പല ആളുകളും പറയുന്നത് ഇദ്ദേഹം ഒരു ഇസ്ലാമിക് ജിഹാദിയാണ്. ഒരു ജിഹാദിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാന സ്വഭാവം ഒരിക്കലും മാറുകയില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഈ മാരിയോ ജോസഫിനെ എതിർക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഒന്ന്, മുസ്ലിങ്ങൾ, അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയുള്ള യൂട്യൂബർമാർ. ഇപ്പോൾ അനിൽ മുഹമ്മദിനെ പോലെയും സൂര്യ അൻസാരി ആലപ്പുഴയെ പോലെയും പിന്നെ പല ഇസ്ലാമിക് മത തീവ്രവാദത്തോട് താല്പര്യമുള്ള ചില തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ. അത് രണ്ടാമത്തെ ഒരു കക്ഷികൾ എന്ന് പറയുന്നത് കരിസ്മാറ്റിക്കിനോട് വിരോധമുള്ളവരാണ്. ഈ കരിസ്മാറ്റിക് വിരോധമുള്ള ആളുകളുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ മാരിയോ ജോസഫിനെ എതിർക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ ഇദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സുലൈമാൻ എന്നായിരുന്നു. ഈ സുലൈമാൻ ക്രിസ്തീയ വിശ്വാസം, പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസത്തിൽ ആകർഷനായി അദ്ദേഹം മതം മാറി ഇദ്ദേഹം ഇതിൽ ചേരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭ അദ്ദേഹത്തെ വളരെ കാര്യഗൗരവത്തോടുകൂടെ കണക്കാക്കുകയും ഇദ്ദേഹത്തിന് ഒരുപാട് സ്റ്റേജുകളും അവസരങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനൊപ്പം തന്നെ ഒരു ഉത്തമ ഭാര്യയായി തന്നെ നിലകൊണ്ടു. രണ്ടുപേരും ക്ലാസ്സുകൾ എടുക്കുകയും രണ്ടുപേരും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ ഇദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസി ആയതോടുകൂടി മുസ്ലിം സമൂഹത്തിന് ഇദ്ദേഹത്തോടൊരു വൈരാഗ്യമുണ്ട്. പലപ്പോഴും നമ്മൾ പറഞ്ഞ ഒരു പൂർവ്വ വൈരാഗ്യം എന്ന് പറയുന്ന പോലെ ഒരു വലിയ വൈരാഗ്യമുണ്ട്. അവർ പറയുന്നത് സമാധാന മതമായ ഇസ്ലാമിൽ നിന്നും ഈ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കേണ്ട ആവശ്യകത ഈ സുലൈമാൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. സമാധാന മതം. ഈ സമാധാന മതക്കാരുടെ സ്വഭാവം ഇപ്പോൾ ഡൽഹിയിലും ജമ്മു കാശ്മീരിലുമൊക്കെ നോക്കിയാൽ നമുക്കറിയാം. ഇനി അതുമാത്രമല്ല, യമനിലും നൈജീരിയയിലും അതുപോലെ സുഡാനിലും സിറിയയിലും ഗാസയിലൊക്കെ നോക്കിയാൽ നമുക്ക് ഈ സമാധാന മതക്കാരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിയെങ്കിലും അതിൻ്റെ അകത്തു നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഈ സുലൈമാൻ
ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയാണ്. ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ പെന്തക്കോസ്റ്റൽ സമൂഹങ്ങൾക്ക് ഇദ്ദേഹത്തോട് താല്പര്യമില്ല. കാരണം പെന്തക്കോസ്റ്റൽ സഭകൾ ഒരിക്കലും കത്തോലിക്ക സഭയെ അംഗീകരിക്കുന്നില്ല. കാരണം കത്തോലിക്ക സഭയിൽ നിന്ന് ഒരുപാട് ആളുകൾ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാരിയോ ജോസഫ് എന്തുകൊണ്ട് പെന്തക്കോസ്തുകാരനായില്ല, കത്തോലിക്ക സഭയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യചിഹ്നം മുമ്പോട്ട് വയ്ക്കുകയാണ് പെന്തക്കോസ്റ്റൽ സംഭവങ്ങളെല്ലാം. എന്തോ മാരിയോ ജോസഫിന് അതാണ് ഇഷ്ടം, അദ്ദേഹം അവിടെ തന്നെ തുടരുകയാണ്. അപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരാക്രമണം എപ്പോഴും ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആരംഭം മുതലുണ്ട്. ഇദ്ദേഹത്തിനെതിരെ ഒരു പഴുത് കണ്ടെത്താൻ അല്ലെങ്കിൽ ലഭിക്കാനായിട്ട് ഇവർ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബർ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മാരിയോ ജോസഫ്, സുലൈമാൻ, നിങ്ങൾക്കിത് കിട്ടണം. കാരണം നിങ്ങൾ ഈ സമാധാന മതം ഇട്ടിട്ട് പോയി, അതുകൊണ്ട് നിങ്ങൾക്കിത് കിട്ടണം. അതുകൊണ്ട് ഞങ്ങൾ നോക്കിയിരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്, ഞങ്ങൾ മാരിയോ ജോസഫിൻ്റെ പതനം കണ്ട് ഞങ്ങൾ കൈകൊട്ടിച്ചിരിക്കുകയാണ്, അട്ടഹസിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ തീവ്ര ഇസ്ലാമിസ്റ്റുകളും മാരിയോ ജോസഫിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും വീഴ്ച കണ്ട് കൈകൊട്ടിച്ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഉള്ള ഒരു ആക്രമണം അതാണ്. രണ്ടാമത്തെ തീവ്ര കരിസ്മാറ്റിക് വിരോധമുള്ള ആളുകൾ, അവരും ആഘോഷിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എതിരുള്ള ആളുകളാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു പാവപ്പെട്ടവന് എന്തെങ്കിലും ഒരു സഹായം കൊടുത്താൽ അതിൻ്റെ അകത്തും കുന്നായ്മ കണ്ടുപിടിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ഈ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര പണിയല്ല. ഈ പറയുന്ന പോലെ ഫണ്ടുകളൊന്നും ആരും തരില്ല. അങ്ങനെ ഫണ്ടൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് റിസ്ക് ഉണ്ട്. ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം, എന്നിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആളുകളുടെ മുമ്പിൽ പോയി കൈ നീട്ടണം, വലിയ റിസ്ക്കാണ്. അപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മാരിയോ ജോസഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിജിയും കൂടെ ചേർന്ന് ഒരുപാട് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തകർന്ന കുടുംബങ്ങളെ നേരെയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരക്കണക്കിന് തകർന്ന കുടുംബങ്ങളെ നേരെയാക്കിയിട്ടുള്ള, ഒരുപാട് വീടുകൾ വെച്ച് കൊടുത്തിട്ടുള്ള, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഈ മാരിയോ ജോസഫിൻ്റെ വീഴ്ചയിൽ ഇത്രമാത്രം സന്തോഷിക്കേണ്ട ആവശ്യകത എന്താണ്? ഇപ്പോൾ അദ്ദേഹത്തെ ഒരു ഇസ്ലാമിക് ജിഹാദിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ചില ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിൽ കടന്നുകൂടിയ ഒരു ഇസ്ലാമിക് തീവ്രവാദിയാണ്, അദ്ദേഹം ട്രോജൻ കുതിരയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ വളരെ കാര്യഗൗരവമായി ചിന്തിക്കേണ്ട ആവശ്യം. നമ്മൾക്ക് ഒരാളെക്കുറിച്ച് വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാം. ഞാനിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴും എന്നെ താങ്കൾ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ ആളുകൾ മുമ്പോട്ട് വരും. പക്ഷെ ഞാൻ പറയുന്ന എപ്പോഴും ഒരു കാര്യമെന്ന് പറഞ്ഞത്, ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ഒരാൾ ഒരു ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് സപ്പോർട്ടുകൾ കൊടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൽ നിന്ന് എൻ്റെ അറിവ് ശരിയാണ്, ഒരു 150-ലധികം ആളുകൾ, എൻ്റെ ഒരു അറിവിൽ ഉള്ള ആളുകളുണ്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചത്. മാരിയോ ജോസഫുണ്ട്, അതുപോലെ ഷമീർ കൊല്ലമുണ്ട്, അതുപോലെ സുലൈമാൻ എന്ന് പറഞ്ഞ മറ്റൊരാളുണ്ട്, ഷിഹാബുദ്ദീനുണ്ട്, സിയാദുണ്ട്, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, അലി മുഹമ്മദുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ പരിചയത്തിൽ തന്നെ എനിക്ക് ഒരു 150 പേരെ കാണിക്കാനായിട്ട് സാധിക്കും. ഈ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. എന്തിനാണ്? കാരണം അവരവരുടെ സമൂഹത്തെ വിട്ടു, സമുദായത്തെ വിട്ടു. ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ മുഴുവൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം മാനസികമായിട്ട് നമുക്കുണ്ട്, ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ യഥാർത്ഥമായി ക്രിസ്തീയ വിശ്വാസം കണ്ടെത്തി ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ ജീവിത രീതിയും, ലൈഫ് ആൻഡ് ടീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും പ്രവൃത്തിയൊക്കെ കണ്ട് യഥാർത്ഥമായി ഒരു സമാധാനം ആഗ്രഹിക്കുന്ന, ഇസ്ലാമിക് മത തീവ്രവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നത്. അപ്പോൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സമാധാനം ആഗ്രഹിക്കുന്നവർ, ഇസ്ലാമിക് തീവ്രവാദത്തോട് താല്പര്യമില്ലാത്തവർ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഒരു വ്യക്തി
ഇപ്പോൾ ഒരു വീടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കയറി കിടക്കാൻ ഒരു കൂര, നാടൻ ഭാഷ പറഞ്ഞൊരു കൂര വേണം, അത് ആവശ്യമാണ്. ഇപ്പോൾ ഒരാളത് ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും മാരിയ ജോസഫിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പം ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പല ആൾക്കും വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നൂറുകണക്കിന് കുടുംബങ്ങളെ സഹായിച്ചിട്ടുള്ള, ആയിരക്കണക്കിന് കുടുംബ പ്രശ്നങ്ങളെ പരിഹരിച്ചിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ആരോപിക്കുന്ന ആരോപണങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് പണം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ പണം ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയത്തുള്ളൂ. പല ആളുകളും പലപ്പോഴും പറയാറുണ്ട്, പാസ്റ്റർമാർ ഒരുപാട് കാശുണ്ടാക്കുന്നു, ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവർ ഒരുപാട് കാശുണ്ട്. എന്ത് കാശുണ്ടാക്കും? ഇല്ലേ? ഇനി നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനമൊന്നും എളുപ്പമുള്ള കാര്യമല്ല. അത് സമൂഹത്തിൽ നിന്നും മറ്റ് പല മേഖലകളും, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് വലിയ ശല്യമാണ്. പിരിവ് ചോദിച്ച് വരും. ഇവർ അർഹതപ്പെട്ട പിരിവ് ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടാകും. കേരളം പോലൊരു സംസ്ഥാനത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിസ്സാര പരിപാടിയല്ല. പിന്നെ നമ്മൾ ഓരോ ദിവസം ഈ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ തുറന്നു നോക്കുമ്പോൾ കിഡ്നി ഇല്ലാത്തവർ, അല്ലെങ്കിൽ രോഗിയെ ആശുപത്രി കിടക്കുന്നവർ, എങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇങ്ങനെ എത്രയോ ആളുകളുടെ നിരവധി വീഡിയോകൾ നമ്മൾ കാണുന്നു. ഇവരെയൊക്കെ സഹായിക്കാൻ ആരെങ്കിലും മുമ്പോട്ട് വരണ്ടേ? ഗവൺമെൻറ്റോ സഹായിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചാരിറ്റബിൾ സൊസൈറ്റികളോ ട്രസ്റ്റുകളോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒക്കെ മുമ്പോട്ട് വരണ്ടേ? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് നല്ല കാര്യമായിട്ടല്ലേ? പക്ഷേ ഇവിടെ വരുന്ന ആരോപണം അദ്ദേഹം ഒരു ഇസ്ലാമിക് ജിഹാദിയാണ്, ക്രൈസ്തവ സമൂഹത്തിൽ കടന്നുകൂടി ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി കൂടിയ ഒരാളാണ്. ഞാനൊരിക്കലും അത് വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കത്തക്ക രീതിയിലുള്ള തെളിവുകളൊന്നും അതുമായി ബന്ധപ്പെട്ടില്ല. ഇദ്ദേഹം തീവ്രവാദ പ്രവർത്തനം നടത്തി എന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. ഈ മാരിയോ ജോസഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവുമാണ് വരുന്നത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മൂന്നാമതൊരാൾ കൈയിടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ അയൽവക്കത്തൊരു ഭാര്യയും ഭർത്താവുണ്ട്. അവർ മിക്ക ദിവസവും തന്നെ വഴക്കുണ്ടാക്കും. ആ ഭർത്താവാണെങ്കിൽ ഭാര്യ അദ്ദേഹത്തെ വീടിൻ്റെ അകത്തുനിന്ന് ചവിട്ടി പുറത്താക്കി പുള്ളി വെളിയിലാണ് കിടക്കുന്നത്. വെളിയിലൊരു ഒരു ബെഞ്ചിട്ട് ആ ബെഞ്ചിൽ കിടക്കുക. അപ്പം വലിയ കലഹത്തിൻ്റെ ഒച്ച കേട്ട് ഞങ്ങൾ ഓടിച്ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യം ചോദ്യം ഇതാണ്: ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിൽ നിങ്ങൾ എന്തിനാണ് കടന്നു വരുന്നത്? അന്നത്തോടുകൂടി അവരുടെ പ്രശ്ന പരിഹാരത്തിനുള്ള പോക്ക് നിർത്തി. ഞാൻ പറഞ്ഞത്, ഇപ്പം മാരിയോ ജോസഫും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിജിയും കൂടെ ഒന്നിച്ചിരുന്ന് പരസ്പരം പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നങ്ങളേ ഇതുള്ളൂ. ആ പ്രശ്നങ്ങളെ പറഞ്ഞു തീർത്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താ? അവർക്ക് വീണ്ടും അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാം. അതുപോലെ അവരുടെ വീഴ്ചകളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ഓരോ വ്യക്തികളുടെ കുടുംബജീവിതങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കി. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഒരു മന്ത്രി ഗണേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ തല്ലി, അദ്ദേഹത്തിൻ്റെ മൂക്ക് തല്ലി പൊട്ടിച്ചു. പിന്നെ ആ ഭാര്യ ഉപേക്ഷിച്ചു. പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അവർ വേറെ വിവാഹബന്ധം വേർപെടുത്തി വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളില്ലാത്ത ഏത് വീടാണുള്ളത്? പിന്നെ പുറമെ നമ്മൾ കാണുമ്പോൾ എല്ലാവരും പറയും, എൻ്റെ വീട്ടിലൊരു പ്രശ്നവുമില്ല, ഞങ്ങളെല്ലാം, എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ് കഴിയുന്നത്, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലെന്നൊക്കെ പറയും. പക്ഷേ നമ്മളിവരുടെ കുടുംബത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് എത്ര ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സംസാരിക്കുന്നുണ്ട്, എത്ര ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുന്നുണ്ട്. അതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ്. രാഷ്ട്രീയക്കാരുടെ ആയാലും മതനേതാക്കന്മാരുടെയൊക്കെ ആയാലും കുടുംബം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബവുമില്ല. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ട്. പക്ഷേ ഇവരുടെ കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ പൊതുജനം അല്ല ഇത്രയും ആളുകളൊക്കെ വീഡിയോ ചെയ്യുന്നു. ഒന്നാമത് ഈ വീഡിയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ശതമാനം ആളുകളും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ കാനഡയിൽ നിന്ന് ഉള്ളൊരു ജിഹാദി സുനിതയുണ്ട്. ഇവർക്ക് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളൊക്കെ പല വീഡിയോ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അനിൽ മുഹമ്മദ് എന്ന് പറയുന്നത് പക്ക ഒരു മത തീവ്രവാദിയാണ്. ഇവരൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം യൂട്യൂബിൽ ഇറങ്ങിയിരിക്കുന്നതാണ്. അല്ലാതെ സമൂഹത്തിലെ പ്രശ്നങ്ങളെ
തുറന്ന് കാണിക്കാൻ വേണ്ടിയല്ല, പണം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ സൂര്യ അൻസാരി ആലപ്പുഴ ഇവരൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ കുറേ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഈ അഭിപ്രായം പറയുന്നു യൂട്യൂബിൽ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പറയുന്ന പല ആളുകളുണ്ട്. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകളുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു തന്നൊരു അപ്പം നമ്മളെപ്പോഴും ഈ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ആ കുടുംബത്തിന് നിസ്സാരമായിട്ട് പരിഹരിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരുടെ മതമേലധ്യക്ഷന്മാർ, ഇപ്പോൾ വൈദികരുണ്ടാകും, മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ ഇമാം ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റു പലവരുണ്ട്, ഈ ഹിന്ദുക്കളെ സംബന്ധിച്ച് അവരുടെ പൂജാരിമാരൊക്കെ ഉണ്ട്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ നല്ല കൗൺസിലേഴ്സുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുലൈമാൻ എന്ന് പറയുന്ന ഈ മാരിയോ ജോസഫ് ഇദ്ദേഹം ഒരു തീവ്രവാദിയൊന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും തീവ്രവാദിയല്ല. പിന്നെ പരസ്പരം ഇപ്പം ഈ ആരംഭത്തിൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ ആരുടെയും കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുംബജീവിതമൊക്കെ ആരംഭിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പൈസയും കാണില്ല. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കാലഘട്ടങ്ങൾ കഴിഞ്ഞ് 10 വർഷം 20 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് 4 ഇടത്തുനിന്നും പൈസയും കാര്യങ്ങളൊക്കെ വന്നു ഒരു സാമ്പത്തികപരമായ ഒരു ഉന്നമനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നും ഈ ഭർത്താവ് കൊള്ളുകയില്ല, എനിക്ക് ഇച്ചിരൂടെ നല്ലൊരു ഭർത്താവായിരുന്നു നല്ലത്, അല്ലെങ്കിൽ ഈ ഭാര്യ കൊള്ളുകയില്ല, എനിക്ക് ഈ ഭാര്യ ഉപേക്ഷിച്ച് വേറൊരുത്തരെ കെട്ടിയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു അവസ്ഥ വരും. കാരണം ഒന്നുമില്ലാത്ത സമയത്ത് വളരെ സ്നേഹവും കരുതലുമാണ്. അപ്പോൾ പണം 4 വശത്തുനിന്നും പണം വരികയും പണത്തോടൊപ്പം പ്രതാപം വരികയും അതോടൊപ്പം ഈ വലിയ സ്ഥാപനങ്ങൾ നടക്കുകയും പ്രത്യേകിച്ച് ഇതുപോലുള്ള കൗൺസിൽ സെൻ്ററുകൾ, ആത്മീയ പ്രവർത്തന മേഖലകൾ ഒക്കെ വരുമ്പോൾ പണം കുമിഞ്ഞു കൂടി കഴിയുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തിലൊരു വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കേണ്ടത് മാരിയോ ജോസഫും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒന്നും കൂടെ ഒന്ന് റീതിങ്ക് ചെയ്യണം. അവരാരംഭിച്ച ആ ആരംഭം മുതൽ അവർ ചിന്തിക്കണം. ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ദൈവവിശ്വാസികളാണ്. ഇപ്പം ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഒരു വ്യക്തി ഒരു ആത്മീയ മേഖലയിൽ നിൽക്കുമ്പോൾ ഈ പിശാചിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ഒരുപാട് ആക്രമണങ്ങളുണ്ടാകും. ദൈവത്തോട് മനുഷ്യൻ കൂടുതൽ അടുക്കുമ്പോഴേക്കും പിശാചിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങളുണ്ടാകും എന്ന് പൊതുവെ ഞങ്ങൾ ക്രൈസ്തവ സമൂഹം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാരിയോ ജോസഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരെ സമൂഹത്തിന് വേണം. നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകേണ്ടവരല്ല, നിങ്ങളെ സമൂഹത്തിന് വേണം. അപ്പം നിങ്ങളുടെ ഉണ്ടായ പ്രശ്നങ്ങളെ പറഞ്ഞ് പരിഹരിച്ച് ആ പ്രശ്നങ്ങളെ കണ്ടെത്തി എവിടെയാണ് പാളിച്ച സംഭവിച്ചത്, ആ പാളിച്ച പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇകഴ്ത്താതെ. ഇപ്പം മാരിയോ ജോസഫ് പറയുന്നു ഭാര്യ ഭയങ്കര കള്ളുകുടിയാണ്, അവൾ കുടിച്ച മദ്യക്കുപ്പികൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ഇത്രയും നാളും ഈ കുടുംബജീവിതത്തിൽ മദ്യം കഴിക്കരുത്, അല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കരുത്, മോശമായി ജീവിക്കരുത്, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആളുകൾ തന്നെ മദ്യപിക്കുകയും വ്യഭിചാരം ചെയ്യുകയും കുടുംബജീവിതം നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇത്രയും നാളും ഇവർ പറഞ്ഞതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പോൾ ഏത് മനുഷ്യനും ജീവിതത്തിൽ തെറ്റ് സംഭവിക്കും. ഇപ്പോൾ ബൈബിൾ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരാരാവുള്ളത്? ദാവീദിനെ സംബന്ധിച്ച് അപ്പം ബൈബിളിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ദാവീദ് പാപം ചെയ്തു. പക്ഷേ ദാവീദ് ദൈവസന്നിധിയിൽ അത് ഏറ്റു പറഞ്ഞു. ഏലിയാവിനെ സംബന്ധിച്ച് ഏലിയാവ് പിന്മാറിപ്പോയി, ഏലിയാവ് വീണ്ടും മടങ്ങി വന്നു. അപ്പോൾ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പത്രോസ്, ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു പോയൊരു വ്യക്തിയാണ് പത്രോസ് പറഞ്ഞു ഞാൻ ഇവനെ അറിയുന്നില്ല എന്ന് വരെ പറഞ്ഞു. പക്ഷേ വീണ്ടും പത്രോസിനൊരു മടങ്ങിവരവുണ്ടായി. എന്ന് പറഞ്ഞ പോലെ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഓരോ ടേണിംഗ് പോയിൻറ്റുകളുണ്ടാകും. അതോടൊപ്പം തന്നെ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവനൊരു വീഴ്ചയുണ്ടാകും. 100% സത്യസന്ധമായി ആത്മാർത്ഥമായി ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നവരെ ജീവിക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ വീഴ്ച എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് ഏതു മനുഷ്യനും, ഈ പറഞ്ഞ സാജു തോമസായ ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും, എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വീഴ്ചയുണ്ടാകും. ആ വീഴ്ച എവിടെയാണോ അത് കണ്ടെത്തി അതിനെ പരിഹരിച്ച് ഇനി ഇത് ഞങ്ങൾ ആവർത്തിക്കില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ മാരിയോ ജോസഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിജിയും തമ്മിലുള്ള ഉണ്ടായ ഇത്രയും വലിയ പ്രശ്നം, ഒരു പക്ഷേ അവർ പ്രശ്നം പറഞ്ഞ് പരിഹരിച്ച്
അവർ ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ തയ്യാറായാൽ ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കാൾ വലിയ പ്രവൃത്തികൾ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവരുടെ വീഴ്ച ലോകം ആഘോഷിക്കുകയാണ്, യൂട്യൂബർമാർ ആഘോഷിക്കുകയാണ്, അതുമാത്രമല്ല പല TV ചാനലുകൾ ആഘോഷിക്കുകയാണ്, പല ആളുകളും ആഘോഷിക്കുകയാണ്. അപ്പോൾ പലരും ആഘോഷിക്കുന്നതിൻ്റെ പിന്നെ ഒരു ഘടകം എന്ന് പറയുന്നത് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു 90% ആളുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മാരി ജോസഫിനെ എതിർത്തുകൊണ്ട് കുറേ കാര്യങ്ങളങ്ങ് പറയുകയാണ്. അദ്ദേഹം ഒരു കള്ളനാണ്, ഇദ്ദേഹം ഒരു ജിഹാദിയാണ്, അദ്ദേഹം ഒരു സ്വവർഗഭോഗിയാണ്, ഈ സ്ത്രീ ശരിയല്ല, ഇവളൊരു പോക്ക് കേസാണ്, ഇവൾക്ക് വേറെ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇപ്പോൾ ചെയ്താൽ ഇത് കാണാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഞാനിതിൻ്റെ അകത്ത് വസ്തുനിഷ്ഠപരമായി ഇതാണിതിൻ്റെ സത്യം, ഇതാണിതിൻ്റെ ശരി, ഇതാണിതിൻ്റെ തെറ്റ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ കാണാൻ അധികം പേരുണ്ടാകില്ല. പക്ഷേ ഇവരെ പോലുള്ള കുടുംബങ്ങൾ സമൂഹത്തിൽ കെട്ടുറപ്പോടുകൂടി നിൽക്കണം. അവരൊരിക്കലും തകർന്നു പോകാൻ പാടില്ല. ഒരാൾ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വന്ന് അദ്ദേഹം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ തെറ്റുകളെയല്ല, മറിച്ച് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഇത് വലിയൊരു വിവാദമായി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ മരിയ ജോസഫും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇത് പരസ്പരം കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങളെ അവർ പരിഹരിച്ച് അവർ മുമ്പോട്ട് പോയി. അവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്ത ശുശ്രൂഷയേക്കാൾ കൂടുതൽ, പ്രത്യേകിച്ച് ജീവകാരുണ്യം, എന്നെ സംബന്ധിച്ച് ഒരു മുസ്ലിം ആയാലും ഒരു ഹിന്ദു ആയാലും ഒരു ക്രിസ്ത്യാനി ആയാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അതിനെ 100% സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രവണതക്കാരനാണ് ഞാൻ. കാരണം ഓരോ വ്യക്തികളും അർഹതപ്പെട്ട വ്യക്തിക്ക് ഒരു നേരത്തെ ആഹാരം, വിശന്നിരിക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പുണ്യം. അല്ലാതെ ഒരാൾ 40 ദിവസം ഉപവാസം എടുക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെ നിന്നെല്ലാം തീർന്ന് ഹജ്ജിന് പോകുന്നതോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇരുമുടിക്കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകുന്നതിനേക്കാൾ പ്രധാനം ഒരു സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് വിശന്ന് വലഞ്ഞ് കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതാണ്. അവിടെയാണ് ഈശ്വരൻ എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. ബൈബിൾ അതാ പഠിപ്പിക്കുന്നത്. ബൈബിളിൽ പറയുന്ന ഒരു ആശയം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. യേശു ഇപ്രകാരം പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ വിശന്നിരുന്നു, നിങ്ങളെനിക്ക് ആഹാരം തന്നില്ല. ഞാൻ അനാഥനായിരുന്നു, നിങ്ങളെന്നെ ചേർത്ത് കൊണ്ടില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എപ്പോഴാണ് നഗ്നനായിരുന്നത്? നീ എപ്പോഴാണ് അനാഥനായിരുന്നത്? നീ എപ്പോഴാണ് വിശന്നിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്ന ഒരു മറുപടിയുണ്ട്, ഈ സാധാരണക്കാരന് ചെയ്യുന്ന ഇത് എനിക്ക് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ഈശ്വരൻ, ദൈവം എന്ന് പറയുന്നത് ഈ ദരിദ്രരുടെ കൂടെയും അശരണ കൂടെയും നിരാലംബരുടെ കൂടെയും ഒന്നുമില്ലാത്തവൻ്റെ കൂടെയാണ്. അവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞാൽ, അവനൊരു പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ, അവൻ്റെ കുടുംബജീവിതം തകർന്നു പോകുന്ന ആ കുടുംബജീവിതത്തെ ഒന്ന് നേരെയാക്കാൻ കഴിഞ്ഞാൽ, അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാഭ്യാസപരമായിട്ട് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് വിദ്യാഭ്യാസം ചെയ്യാൻ ഒരവസരം കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ സത്കർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മരിയ ജോസഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ വീഴ്ചയിൽ നിങ്ങൾ പരാജയപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ പരസ്പരം ഇരുന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കി പൂർവാധികം ശക്തിയോടുകൂടെ കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾ ചെയ്തതിനേക്കാൾ വലിയ ശുശ്രൂഷകൾ ചെയ്യാൻ അവർ രംഗത്ത് വരണം. പിന്നെ സമൂഹം എപ്പോഴും വിജയിക്കുന്നവൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ, തോറ്റുപോകുന്നവൻ്റെ കൂടെ ഒരിക്കലും സമൂഹമില്ല. ഒരു സമൂഹവും എന്നെയോ നിങ്ങളെയോ ഉയർത്തി ഒരു സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആരും ചെയ്യില്ല. ഒരു മനുഷ്യൻ്റെ വീഴ്ചയിൽ സന്തോഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ മറ്റുണ്ട്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഈ മാരിയോ ജോസഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം ഓരോ കുടുംബക്കാരും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ഉണ്ടാകുന്ന പ്രശ്നം, നിങ്ങളുടെ ഭർത്താവുമായിട്ടുണ്ടാകുന്ന പ്രശ്നം, അത് നിങ്ങൾ തന്നെ പബ്ലിക്കിൽ വലിച്ചഴയ്ക്കാതെ, ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാതെ, യൂട്യൂബിൽ ലൈവ് ചെയ്യാതെ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോട്, അത് മതപുരോഹിതന്മാരായിരിക്കാം അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ആയിരിക്കാം, അവരോട് പറഞ്ഞ് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ ലൈവ് ചെയ്യുക, ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുടുംബജീവിതം നശിക്കുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അങ്ങനെ പറയുമ്പോൾ നിവൃത്തിയില്ലാതെ വരുന്നൊരു സാഹചര്യം വന്നാൽ അത് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ കഴിയുന്നിടത്തോളം
ഒരു 90% കുടുംബ പ്രശ്നങ്ങളെ നമുക്ക് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുക. പബ്ലിക്കിന് നമ്മുടെ മേൽ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കാനോ നമ്മുടെ പ്രശ്നങ്ങളെ വലിച്ചിഴയ്ക്കാനോ ഒരു ഇടയുണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട്